ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മൾ കേരള പി എസ് സിയിലെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് നടന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ എത്ര പഠിച്ചിട്ടുണ്ടെങ്കിലും ഓപ്ഷൻ എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം എന്ന് പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനൊപ്പം തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക, എന്നിട്ട് മാച്ച് ചെയ്ത് നോക്കുക. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എങ്ങനെ ആ ക്വസ്റ്റ്യൻസ് ഓരോ ക്വസ്റ്റ്യനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, തുടങ്ങാം. താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഏതാണ് ഇന്നത്തെ ആൻസർ? ഡോക്ടർ ഹെർമൻ ഗുണ്ടർ, മലയാള രാജ്യം, ഫാദർ ക്ലെമൻറ്റ്, സംക്ഷേപ വേദാർത്ഥം, അർണോസ് പാതിരി, ക്രിസ്തുസഭാ ചരിത്രം, പാറമേക്കൽ, തോമാ കത്തനാർ, വർത്തമാന പുസ്തകം. ഏതാണ് തെറ്റായിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ് തെറ്റായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ തന്നിട്ടുള്ളവയിൽ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തുക. ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം, ചാന്നാർ കലാപം, കുട്ടംകുളം സമരം. അപ്പം നമുക്ക് ഏറ്റവും ലാസ്റ്റ് നടന്നത് ഏതാണെന്ന് നമുക്കറിയാം. പാലിയം സത്യാഗ്രഹമാണെന്ന് നമുക്കറിയാം. ഏറ്റവും ഫസ്റ്റ് നടന്നത് ചാന്നാർ കലാപമാണെന്നും അറിയാം. അപ്പോൾ അത് മാത്രം നോക്കി തന്നെ നമുക്ക് ഈ ഓപ്ഷനിലേക്ക് എത്താം. ഇപ്പോൾ 2 വരുന്ന ഓപ്ഷൻ 2 ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ ഫസ്റ്റ് നടന്ന ഏതാ? ചാന്നാർ കലാപം തെറ്റായിട്ടാണ് വരുന്നത്. ബാക്കിയുള്ളതിൻ്റെ ഇയർ അറിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അടുത്തത് ചേരുംപടി ചേർക്കുക. 1857 കലാപസ്ഥലം നേതാക്കൾ. നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ബറേലി ഏത് വരും? ബറോട്ട് പർഗാന, ഫൈസാബാദ്, ബീഹാർ. ഈ 4 ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു ഓപ്ഷൻ വെച്ചിട്ട് അതിനെ എലിമിനേറ്റ് ചെയ്യാൻ നോക്കുക. ബീഹാർ കൻവർ സിംഗ് ആണെന്ന് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ 4, 5 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അങ്ങനെ തന്നെ നമുക്ക് ഓപ്ഷൻ എയിലേക്ക് പോകാം. ബറേലി ഖാൻ ബഹദൂർ, ബറോട്ട് പർഗാന ഷാമൽ, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, ബീഹാർ കൻവർ സിംഗ്. ബറേലി, ഖാൻ ബഹദൂർ, ബറോട്ട് പർഗാന ഷാമൽ, ഫൈസാബാദ് ഏതാ വരുന്നത്? മൗലവി അഹമ്മദുള്ള, ബീഹാർ കൻവർ സിംഗ്. നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ വെച്ചിട്ടാണെങ്കിൽ അല്ലെങ്കിൽ 2 ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം. ബെൽഗാം സമ്മേളനം 1924. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ പദവി സ്വന്തമാക്കിയ നഗരം കോഴിക്കോട്. ഓപ്ഷൻ ബി. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക. സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്ററാണ്. അത് ശരിയാണ്. ഭൂഗർഭജലം, പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം എന്നീ വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്ക് 1 ശരിയാണെന്ന് കിട്ടി. അപ്പോൾ 1 ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതൊക്കെയുണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പോൾ 1ഉം 2 തെറ്റാന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഏത് മനസ്സിലായി? 1ഉം 4ഉമാണ് ഉത്തരവെന്ന് മനസ്സിലായി. ബാക്കിയുള്ളതിലേക്ക് പോകേണ്ട കാര്യമില്ല. 4ാമത്തെ ഒന്ന് വായിച്ചു നോക്കിയേക്കാം. വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നു. ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ ശരിയായ ജോഡി ഏത്? ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ ശരിയായ ജോഡി ഏത്? മാനസ്, സുബൻസിരി. ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന കൊടുങ്ങരപ്പുളം പുഴ ഒഴുകുന്ന പ്രദേശം അട്ടപ്പാടി. ഭവാനിപ്പുഴയിൽ ഒത്തുചേരുന്ന കൊടുങ്ങരപ്പുളം പുഴ ഒഴുകുന്ന പ്രദേശം അട്ടപ്പാടി. താഴെ പറയുന്ന ക്യുമുലസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാം? ഏതാണ്? തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു. താഴെ പറയുന്ന ക്യുമുലസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ എന്താണ്? തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ പഞ്ഞിക്കെട്ട് പോലെ കാണപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം ഭൂവൻ ഹസാരിക സേതു.
ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകിയ രാജ്യങ്ങളും ശരിയായ ജോഡിയും കണ്ടെത്തുക. രശ്മി മാല ഏതാണ്? ശ്രീലങ്ക. രശ്മി മാല ശ്രീലങ്ക. 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? ഏതൊക്കെയാണ് വരുന്നത്? ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ആഗോളവൽക്കരണം. ദേശസാൽക്കരണം വരുമോ? അപ്പം 3 തെറ്റാണ്. അപ്പോൾ 3 ഓപ്ഷനിലെല്ലാം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഒരെണ്ണേ പോയുള്ളൂ. അപ്പം നമുക്ക് മനസ്സിലാവും 1 2 അല്ലെങ്കിൽ ഇതിനകത്ത് എലിമിനേഷൻ ഒന്നും വർക്കാവില്ല. ഓക്കെ, ഓപ്ഷൻ സി ആണ് വരുന്നത്. നബാർഡ് സ്ഥാപിതമായ വർഷം 1982. നെക്സ്റ്റ് വൺ, ഹരിത വിപ്ലവത്തിൻ്റെ സവിശേഷതകൾ ഉൾപ്പെടാത്തത് ഏതാണ്? ഹരിത വിപ്ലവത്തിൻ്റെ സവിശേഷതകൾ ഉൾപ്പെടാത്തത് കർഷകരുടെ കുടിയേറ്റം. ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് നോക്കി വെച്ചേക്ക്. ഇനിയുള്ള എക്സാമിന് ചിലപ്പോൾ ഉൾപ്പെടുന്നതായിരിക്കും ചോദിക്കുന്നത്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങളുടെ ഉപയോഗം, യന്ത്രവൽക്കരണം. കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ജാർഖണ്ഡ്. 1991 പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി പങ്കജ് ചൗധരി. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേരെന്താണ്? നിഫ്റ്റി. താഴെ പറയുന്ന അവകാശങ്ങളിൽ കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടുന്ന അവകാശം ഏതാണ്? 20D. സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശം. നിങ്ങളിത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര സ്കോർ ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന് നോട്ട് ചെയ്യുക. ദിവസം കഴിയുന്തോറും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആയി വരും. എന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ക്വസ്റ്റ്യന് അപ്രോച്ച് ചെയ്യുന്ന രീതി മാറുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്ത് തീർക്കാൻ പറ്റും. നിയമനിർമ്മാണത്തിലുള്ള അധികാരം പാർലമെൻറ്റിനാണ്. താഴെ പറഞ്ഞ പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം? നിയമനിർമ്മാണത്തിൽ രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കും തുല്യ അധികാരമാണ്. ധനകാര്യ ബില്ലുകൾ ആരംഭിക്കുന്ന രാജ്യസഭയിലായിരിക്കും. അത് തെറ്റാണ്. അപ്പോൾ 2 തെറ്റാകുമ്പോൾ 1 3 മാത്രം. 3 പിന്നെ വായിക്കേണ്ട കാര്യമില്ല. നിയമനിർമ്മാണത്തിൽ രാഷ്ട്രപതിക്ക് പരിമിതമായ വീറ്റോ അധികാരമുണ്ട്. താഴെ പറഞ്ഞ സംസ്ഥാനങ്ങൾ ദ്വിമണ്ഡല സമ്പ്രദായം നിലനിർത്തുന്ന സംസ്ഥാനം ഏത്? കർണാടക. അമ്പു കേറ്റി എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഏതായിരിക്കും? ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ, ഉത്തർപ്രദേശ്, കർണാടക, തെലങ്കാന. ഇന്ത്യൻ ഭരണഘടനയിലെ നിയമവാഴ്ച എന്ന ആശയം ഏത് വിദേശ ഭരണഘടനയുടെ സ്വാധീനത്തിൽ ഉൾപ്പെടുത്തിയതാണ്? ബ്രിട്ടൻ. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നെങ്കിൽ തീർച്ചയായും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ ഭരണഘടനാപരമായി അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യുവാൻ കഴിയും. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം? അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ രാഷ്ട്രപതി ഉത്തരവ് നൽകുന്നു. ശരിയാണ്. സുപ്രീം കോടതി വിചാരണ തുടർന്ന് അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യും. അത് തെറ്റാണ്. അപ്പോൾ ഏതാ വരുന്നത്? 1 3 മാത്രം. പാർലമെൻറ്റിൽ 3/2 ഭൂരിപക്ഷ പ്രമേയം ആവശ്യമാണ്. ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് പകരമായി വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം ഏത്? ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഈ കഴിഞ്ഞ LDCക്കും ഇതിൻ്റെ തന്നെ CRPCന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നോക്കി വെച്ചേക്ക്. നാറ്റോ സൈനിക സഖ്യത്തിൻ്റെ സെക്രട്ടറി ജനറൽ ജെൻ സ്റ്റോൾട്ടൻബർഗ്. താഴെ പറഞ്ഞ 2 പ്രസ്താവനകൾ പരിഗണിക്കുക. കേരള ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കിയപ്പോൾ മുഖ്യമന്ത്രി ശ്രീ പട്ടം താണിപിള്ളയായിരുന്നു. ആണോ? തെറ്റ്. 1963 കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ ഭൂ ഉടമസ്ഥതയിൽ പരിധി നിശ്ചയിക്കൽ, മിച്ചഭൂമികൾ നൽകൽ, കുടിയാധാരം നിർത്തലാക്കൽ, കൃഷി ചെയ്യുന്ന കുടിയാന്മാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകൽ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതാത് ശരിയാണ്? 1 തെറ്റ് 2 ശരി. ഓപ്ഷൻ ഡി. കാലഗണനാക്രമത്തിൽ എഴുതുക. ഇതിൽ ലാസ്റ്റ് വരുന്നത് ഏതാ? MG നരേഗയാണെന്നറിയാം. പിന്നെ ഫസ്റ്റ് വരുന്ന ഏതാ? 4th വൺ. അപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് അങ്ങനെ ഒന്നും നടക്കില്ല. അപ്പം ഓപ്ഷൻ സി ആണ് വരുന്നത്. MG നരേഗ. പിന്നെന്താ? IRDP, MG നരേഗ, SGRY, IRDP, ദെൻ ജവഹർ റോസ്ഗർ യോജന, SGRY, MG നരേഗ. ഓപ്ഷൻ സി ആണ് വരുന്നത്.
2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണത്തെ നിയമത്തെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവനകൾ ഏത്? തെറ്റാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു തെറ്റ് കൊടുത്തേക്കാം. നെൽവയൽ എന്നാൽ ചിറകളും ചാലുകളും കുളങ്ങളും കൈത്തോടുകളും ഉൾപ്പെടുന്നു. അത് ശരിയാണ്. അപ്പം ഒന്നുള്ളതെല്ലാം പോട്ടെ. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, ഏതാണ് തെറ്റായിട്ടുള്ളത്? ഇത് രണ്ടുമാണ്, 3ഉം 4ഉമാണ്. ശരി ഏതൊക്കെയാണെന്ന് നോക്കി വെക്കാം. ജില്ലാതല അധികൃത സമിതി രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടറാണ്. ഇത് രണ്ടും ശരിയാണ്. 3ഉം 4ഉം തെറ്റാണ്. ഭരണഘടനാ അനുച്ഛേദവും അനുബന്ധ കമ്മീഷനുകളും കണ്ടെത്തുക. ഇങ്ങനെ നോക്കുമ്പം എല്ലാവർക്കും അറിയില്ലായിരിക്കും. പക്ഷേ അനുച്ഛേദം 315 സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള 1, 4 വരുന്നത് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. 1, 4 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അങ്ങനെ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താം. ഓക്കെ, അനുച്ഛേദം 315 സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ. അനുച്ഛേദം 243K സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അനുച്ഛേദം 243I ഏതാ വരുന്നത്? സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. അനുച്ഛേദം 338 ഏതാ വരുന്നത്? ദേശീയ പട്ടികജാതി കമ്മീഷൻ. ഓക്കെ, വനിതാ ശിശുക്ഷേമ വകുപ്പ് സ്ത്രീകളുടെ സുരക്ഷയ്ക്കായും ക്ഷേമത്തിനായും നടപ്പിലാക്കിയ പദ്ധതികൾ ഏതെല്ലാം? അഭയകിരണം, മംഗല്യ, ആശ്വാസനിധി, സഹായഹസ്തം. ഏതാ വേണ്ടത്? എല്ലാം ശരി. ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളം. കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ പേര് രജിസ്റ്റർ ചെയ്തിട്ട് തൊഴിൽ ലഭിക്കാതെ മുതിർന്ന പൗരന്മാർക്ക് സ്വയം തൊഴിൽ പദ്ധതി നവജീവൻ. ഏത് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഉറക്ക രീതികളെ നിയന്ത്രിക്കുന്നത്? ഇത് ബോഡി ക്ലോക്ക് എന്നറിയപ്പെടുന്നു. പീനിയൽ ഗ്രന്ഥി. പീനിയൽ ഗ്രന്ഥിയും അതിൻ്റെ കണക്റ്റഡ് ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഉള്ള എല്ലാ എക്സാമിനും പീനിയൽ ഗ്രന്ഥിയുടെ സെക്ഷനിൽ നിന്ന് കുറേയേറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. താഴെ പറയുന്നതിൽ ഏതാണ് നിയാസിൻ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ബി? ചിക്കൻ പോക്സ് വൈറസിൻ്റെ ശാസ്ത്രീയ നാമം ഏതാ? വാരിസെല്ല സോസ്റ്റർ. ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രധാന പ്രവർത്തനം ഊർജം നൽകുക, അല്ലേ? 3R തത്വത്തിൻ്റെ ശരിയായ ക്രമം: കുറയ്ക്കുക, വീണ്ടും ഉപയോഗിക്കുക, റീസൈക്കിൾ ചെയ്യുക. എല്ലുകളെ സംബന്ധിച്ച് തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലാസ്റ്റിക് ടിഷ്യൂ ഏതാണ്? എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് ലിഗമെൻറ്റുകൾ. ടെൻഡനുകൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അതൊന്നും കൂടി നോക്കി വെച്ചേക്കുക. താഴെ പറയുന്നതിൽ അനിയന്ത്രിതമായ കോശവളർച്ച മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ക്യാൻസർ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ നിന്ന് പ്രയോജനം നേടാൻ യോഗ്യരായവർ താഴെ പറയുന്നതിൽ ആരാണ്? ഏതെങ്കിലും ഗ്രാമീണ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ ആണ്? അല്ല. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വീട്ടിലെ മുതിർന്ന അംഗങ്ങൾ? അല്ല. അതെ, എല്ലാ പിന്നോക്ക സമുദായത്തിലും മുതിർന്ന അംഗങ്ങൾ. അപ്പോൾ ഏതാ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഭൂഗുരുത്വാകർഷണ മൂലമുള്ള ത്വരണത്തിൻ്റെ കൂടിയ വില അനുഭവപ്പെടുന്നത് ധ്രുവങ്ങളിൽ. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി വികിരണം. മനുഷ്യൻ്റെ ശ്രവണ പരിധി 20 ഹെർട്സ്, 20,000 ഹെർട്സ്. ഇന്ത്യയുടെ 3ാമത് ചന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്ന്? 14 ജൂലൈ 2023. ചന്ദ്രയാൻ 3യുടെയും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കണം. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഓരോ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ളത്. ബഹിരാകാശത്ത് കൂടുതൽ സമയം ചെലവഴിച്ച ആദ്യ ഇന്ത്യൻ വനിത സുനിത വില്യംസ്. ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുന്നത് ക്ലോറോ കാർബൺ. STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെ ഒരു മോളിനുണ്ടായിരിക്കേണ്ട വ്യാപ്തം 22.4 ലിറ്റർ. വൈദ്യുതിയുടെ പിതാവ് ആരാ? മൈക്കിൾ ഫാരഡെ. പുതുതായി കണ്ടുപിടിച്ച അറ്റോമിക് നമ്പർ 118 മൂലകത്തിൻ്റെ പേര് ഓഗിനസോൺ. ആറ്റം എന്ന പദം നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ? ഡെമോക്രിറ്റസ്. കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസിക ഏതാണ്? കേളി. കുമാരനാശാൻ്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കൽ.
മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വാസനാപ്രകൃതി ഏത് മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത്? വിദ്യാ വിനോദിനി. വയനാട് ദേശം പശ്ചാത്തലമാക്കി വരുന്ന ഷീല ടോമിയുടെ നോവൽ വല്ലി. ഭാർഗവി നിലയം എന്ന മലയാള സിനിമയ്ക്ക് ആധാരമായ ചെറുകഥയുടെ പേര് നീലവെളിച്ചം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ ശരിയായത് ഏതൊക്കെ? ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫ്രെഡറിക്. ഇതിനും ഒരു ക്വസ്റ്റ്യനായിട്ട് വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നോക്കി വെച്ചോളൂ. ഒളിമ്പിക്സ് സെമി ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിതയാണ് ഷൈനി വിൽസൺ. PT ഉഷയാണ് ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത. 57 എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏതൊക്കെ? ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയാണ് അർജുന അവാർഡ്. ശരിയാണോ? അല്ല. 2023 അർജുന അവാർഡ് ലഭിച്ച ലോങ് ജംപ് താരമാണ് ആര്? മുരളി ശ്രീശങ്കർ. 2023 അർജുന അവാർഡ് ലഭിച്ച ക്രിക്കറ്റ് താരമാണ് മുഹമ്മദ് ഷമി. കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് ഉപകരണങ്ങൾ പെടാത്തത് പ്ലോട്ടർ. GPS പൂർണ്ണരൂപം ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. വെബ് ബ്രൗസറിന് ഉദാഹരണമല്ലാത്തത് കുക്കി. മൈക്രോസോഫ്റ്റിൻ്റെ പുതിയ AI സംവിധാനം കോപൈലറ്റ്. താഴെ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പൊതുഭാഷ പൈത്തൺ. ഒരു വ്യക്തിക്ക് വിവരാവകാശ നിയമം 2005 പ്രകാരം തൊഴിലിടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ വിവരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആരെയാണ് സമീപിക്കേണ്ടത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. 2012 പോക്സോ നിയമം ബാധകമാകുന്നത് ഇന്ത്യ മുഴുവൻ. കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന കാര്യം പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? റിപ്പോർട്ട് ലഭിച്ച് 24 മണിക്കൂറിനകം. ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലനിൽക്കുന്നത്? യുനെസ്കോ. ഗാർഹിക പീഡന നിയമം 2005. ഗാർഹിക പീഡനം എന്നാൽ എന്താണ്? എല്ലാം വരും. സാമ്പത്തിക ദുരുപയോഗം, ശാരീരികമായി ബുദ്ധിമുട്ടിക്കുക, ലൈംഗികമായി ബുദ്ധിമുട്ടിക്കുക. ഗാർഹിക പീഡന നിയമപ്രകാരം താഴെ പറയുന്നതിൽ ഏതാണ് ഉൾപ്പെടുന്നത്? ഏതാണ് ഉൾപ്പെടാത്തത് തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചത്. തൊഴിലിടം. ബാക്കിയെല്ലാം ഉൾപ്പെടുന്നതാണ്. ഏത് വർഷമാണ് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം നിലവിൽ വന്നത്? 1989. നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.